Hi all, welcome to yet another English class of Leeds Academy Smart Plus app. ഇപ്പോൾ നമ്മൾ പരീക്ഷയുടെ അടുത്തെത്തിരിക്കുകയാണ്. ക്രിസ്മസ് എക്സാമിനേഷൻ ഒക്കെ ആകാറായി. അപ്പോൾ നമ്മുടെ ഈ ഫോർത്ത് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്ററായ പോയട്രിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ പോയമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയമാണ്. അപ്പോൾ എക്സാമിനുള്ള പ്രിപ്പറേഷനൊക്കെ നിങ്ങൾ തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക, നല്ലതുപോലെ പഠിക്കുക, നല്ല മികച്ച സ്കോറിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് പോയട്രിയിലേക്ക് വരാം. പോയട്രി, ദ പോയം റിട്ടൺ ബൈ നെഫ്റ്റാലി റിക്കാർഡോ റൈസ് ബസാൽട്ടോ. സോ അദ്ദേഹത്തെ പോപ്പുലർലി നോൺ ആസ് പാബ്ലോ നെരൂദയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് പാബ്ലോ നെരൂദ എന്ന് തന്നെ പഠിച്ചോളുക. ഓക്കെ, so Neftali Ricardo Reis Basalto, he is popularly known by his pen name Pablo Neruda, was a Chilean poet. So he is a Chilean poet and his most popular പോയങ്ങളിൽ ഒന്നാണ് പോയട്രി. അതായത് പോയറ്റിക് കോമ്പോസിഷനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയൊരു പോയമാണിത്. അപ്പോൾ ഹീസ് പോപ്പുലർലി നോൺ ആസ് പാബ്ലോ നെരൂദ. അപ്പോൾ നിങ്ങൾ എന്താ പഠിക്കണ്ടേ? പാബ്ലോ നെരൂദ എന്ന് തന്നെ പഠിച്ചാൽ മതി. അത്രയും വലിയ നെയിം പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ സോ യു സ്റ്റഡീഡ് പാബ്ലോ നെരൂദ. ആൻഡ് ഹി വോൺ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1971. 1971 നോബൽ പ്രൈസ് വിന്നറാണ് പാബ്ലോ നെരൂദ. അപ്പോൾ പാബ്ലോ നെരൂദ ഈസ് എ ചിലിയൻ പോയറ്റ് ആൻഡ് ഹി വോൺ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1971. And we can discuss about the theme of the poem. The theme of the poem is poetic composition, and one more is a poetry for identify yourself. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ പോയം എഴുതുന്ന പോയറ്റിക് കമ്പോസിഷൻ അല്ലെങ്കിൽ പോയട്രി എഴുതുന്നതിനെ കുറിച്ചാണ്, റൈറ്റിംഗ് പോയട്രി ആണ്. ആൻഡ് പോയട്രി ഫോർ ഐഡൻറ്റിഫൈ യുവർ സെൽഫ്. പോയട്രി എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളാണെന്ന് പോയറ്റ് ഇതിൽ പറഞ്ഞു വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് തീമാണുള്ളത്, പോയറ്റിക് കമ്പോസിഷൻ ആൻഡ് പോയട്രി ഫോർ ഐഡൻറ്റിഫൈ യുവർ സെൽഫ്. ഇനി രണ്ടാമത്തെ കാര്യം ടൈപ്പ് ഓഫ് ദ പോയം ആണ്. ടൈപ്പ് ഓഫ് ദ പോയം ഈസ് ഫ്രീ വേഴ്സ്. എന്താണ് ഫ്രീ വേഴ്സ്? ആ ഒരു ലൈനിൽ തന്നെയുണ്ട്, ഫ്രീ വേഴ്സ് ആണ്. ഇതിന് പ്രോപ്പറായ ഒരു സ്ട്രക്ചറോ റൈമിംഗ് സ്കീമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആ പോയത്തിലേക്ക് നോക്കി അറിയാം, 3 സ്റ്റാൻസയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ സ്റ്റാൻസിലും പ്രോപ്പർ ഇത്ര ലൈൻ എന്ന് പറഞ്ഞ് കമ്പോസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇങ്ങനെ എഴുതുന്ന പോയത്തിനെയാണ് എന്തെന്ന് പറയുക? ഫ്രീ വേഴ്സ് എന്ന് പറയുക. ആൻഡ് ദ പോയം ടെൽസ് അബൌട്ട് Neruda draws his own experience to write a poetry. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു പോയം എങ്ങനെ എഴുതാം, എഴുതുന്നതിൻ്റെ പ്രോസസ്സാണ് ശരിക്കും ഈ പോയത്തിലൂടെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ടൈറ്റിൽ എന്ന് വരാൻ കാരണം, പോയട്രി എന്ന് വരാൻ കാരണം. അപ്പോൾ ഡ്രോസ് ഹിസ് ഓൺ എക്സ്പീരിയൻസ് ടു റൈറ്റ് എ പോയട്രി. ആൻഡ് ദ മെസ്സേജ് ഓഫ് ദ പോയം ഈസ് പോയട്രി ഹെൽപ്സ് പീപ്പിൾ ടു ഡിസ്കവർ ദെയർ ട്രൂ ഐഡൻറ്റിറ്റി. ഇറ്റ് ഹെൽപ്സ് അറ്റ് ദ ടൈം ഓഫ് ഡിസ്ട്രസ്. അപ്പോൾ പോയട്രി എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല ടൂളാണ്. നമ്മുടെ ട്രൂ ഐഡൻറ്റിറ്റി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും വലിയ ടൂളായിട്ടാണ് പോയട്രീനെ ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് അറ്റ് ദ ടൈം ഓഫ് ഡിസ്ട്രസ്. നമ്മൾ ഡിസ്ട്രസ് ആയിരിക്കുന്ന, നമ്മൾ സാഡായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ടൂളും കൂടിയാണ് പോയട്രി. സോ ദിസ് ഈസ് ദ ഇൻട്രഡക്ഷൻ. സോ ദ പോയട്രി ഈസ് ഡീലിംഗ് വിത്ത് ദ പോയറ്റിക് കോമ്പോസിഷൻ. ഓക്കെ, എങ്ങനെയാണ് പോയം എഴുതുന്നതെന്ന്. അപ്പോൾ ഈ പോയത്തിന് 3 സ്റ്റാൻസയുണ്ട്. ഈ 3 സ്റ്റാൻസിനെ നമുക്ക് 3 കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് ബിഫോർ റൈറ്റിംഗ് പോയട്രിയാണ്. ഓക്കെ, ബിഫോർ റൈറ്റിംഗ് പോയട്രീനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റത്തെ സ്റ്റാൻസ ബിഫോർ റൈറ്റിംഗ് പോയട്രി, പോയട്രി എഴുതുന്നതിന് മുമ്പുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയട്രിയിലേക്ക് വന്നാലോ. സോ ലിസൺ. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദ ഏജ് poetry arrived in search of me. I don't know where it came from winter or river. I don't know how or when. No, there were no voices, there were not words, no silence. Okay, അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റാൻസിൽ ഒരു ആദ്യത്തെ പാർട്ടാണ് പറയുന്നത്. സോ ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദ ഏജ്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദ ഏജ്. അടുത്ത സ്റ്റാൻസകൾ നോക്കിയിട്ട് അടുത്തേക്ക് പോവാം. സ്റ്റാൻസല്ല, ഫസ്റ്റ് സ്റ്റാൻസ കംപ്ലീറ്റ് നോക്കാം. But from a street I summoned, from the branches of night, abruptly from others, among violent fires or returning alone,
there I was without a face and it touched me. ഓക്കെ, അപ്പോൾ ബിഫോർ റൈറ്റിംഗ് പോയട്രി ആണ് ആദ്യത്തെ സ്റ്റാൻസ പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദ ഏജ് പോയട്രി അറൈവ്ഡ്. ഓക്കെ, പോയട്രി എന്നിലേക്ക് വന്നത് അറ്റ് ദ ഏജ്. ഓക്കെ, ഏത് ഏജാന്ന് ലാസ്റ്റത്തെ ആ ലൈനിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദ ഏജ്, ആ സമയത്ത് ആ ഏജിൽ പോയട്രി എന്നിലേക്ക് വന്നു. പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ, എന്നെ തേടി, എന്നെ അന്വേഷിച്ചുകൊണ്ട് പോയട്രി എന്നിലേക്ക് വന്നു. അപ്പോൾ പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ ഏത് പോയറ്റിക് ഡിവൈസാ മക്കളെ? യെസ്, ദാറ്റ്സ് കറക്റ്റ്. പേഴ്സോണിഫിക്കേഷൻ ആണത്. ഐ ഡോണ്ട് നോ വേർ ഇറ്റ് കെയിം ഫ്രം വിൻ്റർ ഓർ എ റിവർ. അപ്പോൾ പോയറ്റ് പറയാണ്, പോയട്രി എന്നിലേക്ക് വന്നു, എന്നെ തേടിക്കൊണ്ട്, എന്നെ അന്വേഷിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എപ്പോഴാണ്? ഐ ഡോണ്ട് നോ വേർ ഇറ്റ് കെയിം ഫ്രം. ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എനിക്കറിയില്ല. വേർ ഇറ്റ് കെയിം ഫ്രം. ഓക്കെ, ഫ്രം വിൻ്റർ ഓർ എ റിവർ. അപ്പോൾ അദ്ദേഹം പറയാണ് മേ ബി ഇറ്റ് കെയിം ഫ്രം വിൻ്റർ ഓർ റിവർ. അപ്പോൾ ഈ പോയറ്റിക് കോമ്പോസിഷനുള്ള ഒരു ഇൻസ്പിറേഷനായിട്ട് പറയുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വിൻ്റർ ഓർ റിവർ ആണ്. ഈ വിൻ്റർ ഓർ റിവർ എന്തിൻ്റെ കാര്യമാണ്? എന്തിനെ സിംബോളൈസ് ചെയ്യുന്നതാണ്? നേച്ചറിനെ സിംബോളൈസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്കറിയാം നേച്ചർ എന്ന് പറയുന്നത് ഒരു കാര്യം പോയറ്റിക് ഇൻസ്പിറേഷനിൽ ഏറ്റവും ക്രൂഷ്യലായ കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ദ പ്രൈമറി ഇൻസ്പിറേഷൻ ഫോർ റൈറ്റിംഗ് എ പോയട്രി ഈസ് നേച്ചർ. നമുക്കറിയാം ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കുന്ന ഓൾമോസ്റ്റ് കുറേയധികം പോയങ്ങളും നേച്ചറിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടിരിക്കുന്ന പോയാണ്. റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്ന ഒരു കാറ്റഗറി അതിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ സോ വിൻ്റർ ഓർ എ റിവർ, ദാറ്റ് ഈസ് the poet get the inspiration for composing the poetry from nature. And that winter or a river, it is a contrasting image there. സോ ഒരു കോൺട്രാസ്റ്റിംഗ് ഇമേജിനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് കോൺട്രാസ്റ്റ് ആണ്. ഒന്ന് വിൻ്റർ എന്ന് പറയുന്ന ഫ്രോസൺ സ്റ്റേജിൽ കിടക്കുന്നതാണ്, രണ്ട് റിവർ എന്ന് പറഞ്ഞാൽ ഫ്ലോയിങ് ആണ്. ഈ രണ്ട് കോൺട്രാസ്റ്റിംഗ് ഇമേജ് ആണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്, വിൻ്റർ ഓർ എ റിവർ. ഐ ഡോണ്ട് നോ ഹൗ ഓർ വെൻ. ഓക്കെ, എപ്പോഴാണ്, എങ്ങനെയാണ് പോയട്രി എന്നിലേക്ക് വന്നതെന്ന് എനിക്കറിയില്ല. നോ, ദർ വർ നോട്ട് വോയിസസ്, ദർ വർ നോട്ട് വേർഡ്സ് നോർ സൈലൻസ്. ഓക്കെ, അപ്പോൾ ഇത് എന്നിലേക്ക് വന്നത് ദർ വാസ് നോ വോയിസസ് നോർ വേർഡ്സ് നോർ സൈലൻസ്. ഇത് ദാറ്റ് ഷോയിങ് ദ പോയറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ്, പോയറ്റിൻ്റെ മൈൻഡിനെയാണ് പറയുന്നത്. അത് ഇങ്ങനെ ബ്ലാങ്ക് ആയിരുന്ന സമയത്താണ് തന്നിലേക്ക് പോയട്രി വരുന്നത്. അതാണ് നോ വോയിസസ്, സൗണ്ടേ ഇല്ല, നോ വേർഡ്സ് ഇല്ല, നോർ സൈലൻസ്, നിശബ്ദതയില്ല. ഇങ്ങനെ ഒരു, അപ്പോൾ ദാറ്റ് ഈസ് ഷോയിങ് ദ പോയറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്, പോയറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ സമ്മൺ ഫ്രം ദ ബ്രാൻഡ്. ഓക്കെ, അപ്പോൾ എന്നിലേക്ക് വന്നത് എപ്പോഴാണ്? സമ്മൺ എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു കം, വരിക എന്നുള്ളതാണ് മീനിങ്, സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഇൻ ഓർഡർ ടു കം. ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമ്മൺ ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് അബ്രപ്റ്റ്ലി ഫ്രം അതേഴ്സ് among the violent fires or returning alone, there I was without a face and it touched me. Okay, and from the branches of night, endil nu vannarikam branches of night, then the beauty of night. Abruptly from others, unacceptedly from others. ഇനി പെട്ടെന്ന് വേറെ ചിലതിലേക്കായിരിക്കാം ഇൻസ്പിറേഷൻ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ സംസാരിച്ച ഒരു ടോക്കിൽ നിന്നായിരിക്കാം, ഒരു ടോപ്പിക്കിൽ നിന്നായിരിക്കാം ഇൻസ്പിറേഷൻ വന്നിരിക്കുന്നത്. among violent fires. ഇവിടെ വയലൻറ്റ് ഫയേഴ്സ് എന്ന് പറയുന്നതിനെ സിംബോളൈസ് ചെയ്തൊരു ഇമേജറി ആയിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വയലൻറ്റ് ഫയേഴ്സ് എന്ന് പറയുന്നത് ക്വാറൽ ആൻഡ് ഇമോഷൻസ് ആണ്. നമുക്കറിയാം ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളിലൊന്നാണ് അവൻ്റെ ഇമോഷൻസും അവൻ്റെ ക്വാറൽസ്, അവൻ്റെ ആംഗ്രി എല്ലാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും പോയറ്റിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടാകാം. ഓർ റിട്ടേണിങ് എലോൺ വെൻ ഹി വാസ് എലോൺ. ഓക്കെ, നേരത്തെ പറഞ്ഞു, പോയട്രി കൃത്യമായിട്ട് പറഞ്ഞു, സൈലൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോയട്രി എഴുതാൻ അല്ലെങ്കിൽ പോയട്രി എഴുതാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം പോയട്രി തന്നെ സ്പർശിച്ചത് വെൻ ഹി വാസ് ഇൻ ദ സ്ട്രീറ്റ്. ഓക്കെ, അവിടെ ഏറ്റവും ശബ്ദ കോലാഹലം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് പോയട്രി തന്നെ സ്പർശിച്ചിട്ടുണ്ടാകാം. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇമേജ് ആണ് പറയുന്നത്, വെൻ ഐ വാസ് റിട്ടേണിങ് എലോൺ. അവിടെ പോയറ്റ് ഹി വാസ് എലോൺ. And there I was without a face and it touched me. And there I was without a face. Without a face എന്ന് പറഞ്ഞാൽ മുഖമില്ലാതെ എന്നല്ല ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. വിത്തൗട്ട് എ ഫേസ് മീൻസ് വെൻ ഐ വാസ് നോട്ട് ഫേമസ്, വെൻ ഐ ഹാവ് നോ ഐഡൻറ്റിറ്റി, എന്നെ ആർക്കും അറിയത്തില്ലായിരുന്നു ആ സമയത്ത്. ഓക്കെ, എനിക്ക് ആ സമയത്ത് ഒരു ഫേസ് ഇല്ലായിരുന്നു. പാബ്ലോ നെരൂദ ഇന്നും ലോകത്തിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇത് എഴുതുന്ന സമയത്ത് എനിക്കൊരു ഫേസ് ഇല്ല, ബിക്കോസ് ഐ ആം നോട്ട് ഫേമസ്, ഐ ഹാവ് നോ ഐഡൻറ്റിറ്റി ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ. ഓക്കെ, എന്നെ അത് സ്പർശിച്ചത് സമയത്ത്, അത് പോയട്രി തന്നിലേക്ക് വരുന്ന സമയത്ത്, തന്നെ കീഴടക്കുന്ന സമയത്ത് തനിക്കൊരു ഫേസ് ഇല്ലായിരുന്നു, തനിക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലായിരുന്നു, ഞാൻ ഫേമസ് അല്ലായിരുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ. ഏത് പോയറ്റിക് ഡിവൈസാണ് മക്കളെ? പെർസോണിഫിക്കേഷൻ ആണ്. ഓക്കെ, യു ഗോട്ട് ദ ഐഡിയ? അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻസർ. നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ദ പോയം ടോക്സ് അബൌട്ട് ദ ബേസിക് സോഴ്സസ് ബിഹൈൻഡ് റൈറ്റിംഗ് പോയട്രി. ഇത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? സോഴ്സസിനെ കുറിച്ചാണ്. പോയട്രി എഴുതാനുള്ള സോഴ്സുകൾ ഏതൊക്കെയാണ്? ദീസ് ലൈൻസ് ഇൻഡിക്കേറ്റ് ദ പോയറ്റിക് ഇൻസ്പിറേഷൻ കെയിം ഇൻ സെർച്ച് ഓഫ് ഹിം. പോയറ്റിക് ഇൻസ്പിറേഷൻ പോയറ്റിനെ സെർച്ച് ചെയ്ത് തന്നിലേക്ക് വരികയാണ്. ദ ഫോഴ്സ് ഹിം ടു കമ്പോസ് പോയട്രി. ഈ പോയറ്റിക് ഇൻസ്പിറേഷനുകൾ പോയട്രി എഴുതാനായിട്ട് തന്നെ പ്രേരിപ്പിക്കുകയാണ്, പോയറ്റിനെ പ്രേരിപ്പിക്കുകയാണ്. ദ പോയറ്റ് ഡസ് നോട്ട് നോ ദ ഒറിജിൻ, ഹി ഡസ് നോട്ട് നോ വേർ ഇറ്റ് കം ഫ്രം. എവിടെയാണ് ഇത് ആരംഭിച്ചത്, എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് പോയറ്റിന് അറിയില്ല. ദ പോയറ്റ് ട്രൈസ് ടു സേ ദാറ്റ് ഇറ്റ് കെയിം ഫ്രം വിൻഡർ ഓർ റിവർ. ചിലപ്പോൾ പോയറ്റ് പറഞ്ഞാൽ എന്തിൽ നിന്ന് വന്നിരിക്കുന്നതായിരിക്കാം? വിൻഡർ ഓർ റിവറിൽ നിന്നായിരിക്കാം. ബോത്ത് വിൻഡർ ആൻഡ് റിവർ ആർ ദ സിംബൽസ് ഓഫ് നേച്ചർ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ദാറ്റ് ഈസ് എ സിംബൽ ഓഫ് നേച്ചർ. ദ ഇൻസ്പയർ ദ പോയറ്റ് ടു കമ്പോസ് ദ പോയംസ്. അപ്പോൾ ഇത് പോയറ്റിനെ പോയം എഴുതാനായിട്ട് ഇൻസ്പയർ ചെയ്തു. ഹി സേസ് ദാറ്റ് ഹി ഈസ് നോട്ട് വെരി ഷുവർ ഹൗ ഓർ വെൻ ഹി ഈസ് ഇൻസ്പയർഡ്. എപ്പോഴാണ്, എങ്ങനെയാണ് താൻ ഇൻസ്പയർഡ് ആയതെന്ന് പോയറ്റിന് അറിയില്ല. നോ, ദേ വർ നോ വോയിസസ്, ദേ വർ നോട്ട് വേർഡ്സ്, നോ സൈലൻസ്. അതെന്തിനെയാണ് കാണിക്കുന്നത്? റെഫർ ഹിസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ് കാണിക്കുന്നത്. ആൻഡ് ഹിയർ ഇറ്റ് സേസ് ഇറ്റ് കം ഫ്രം ഹിം എ സ്ട്രീറ്റ്. സ്ട്രീറ്റിൽ നിന്നായിരിക്കാം ഇത് വന്നിരിക്കുന്നത്. എന്തിനെ കാണിക്കുന്നത്? സൈലൻസ് ഈസ് നോട്ട് നെസസറി ഫോർ കമ്പോസിങ് പോയട്രി. ഹി സേസ് ദാറ്റ് ഇൻസ്പിറേഷൻ മേ ഹാവ് കം ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് ഓർ ഫ്രം ദ വയലന്റ് ഫയേഴ്സ്. എന്തിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടാകാം? നൈറ്റ് ഫയേഴ്സിൽ, നൈറ്റ് ബ്രാഞ്ചസ് ഓഫ് നൈറ്റിൽ നിന്നും, അതുപോലെ തന്നെ വയലന്റ് ഫ്രം, ഓർ ഫ്രം അതേഴ്സ്, ഓർ വെൻ ഹി വാസ് എലോൺ. പോയറ്റ് സേസ് ദാറ്റ് പോയട്രി കംസ് ടു ഹെം വെൻ ഹി വാസ് നോട്ട് ഫേമസ്. പോയട്രി തന്നിലേക്ക് വന്നത് എപ്പോഴാണ്? പോയറ്റ് ഫേമസ് അല്ലാതിരുന്ന സമയത്താണ്. ആൻഡ് വയലന്റ് ഫയർ എന്താണ്? ഇമേജറി ഓഫ് കോറൽ ആൻഡ് ഇമോഷൻസ് ആണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ പോയമാണിത്. നല്ല ഭംഗിയുള്ള, കേൾക്കാൻ സുഖമുള്ള ഒരു പോയമാണ്. പോയറ്റിക് കോമ്പോസിഷനെ, ഒരു എഴുതാൻ കഴിവുള്ള ഒരാളെ സംബന്ധിച്ച് ഈ പോയം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നാം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം ആൻഡ് ഇറ്റ് ഈസ് സേയിങ് അബൌട്ട് പോയറ്റിക് കമ്പോസിഷൻ. അപ്പോൾ ഫസ്റ്റ്, സോ ഇറ്റ് ഈസ് ബിഫോർ റൈറ്റിംഗ് ദ പോയട്രി. അപ്പോൾ നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ ഫ്രം ദ ലൈൻസ്. അപ്പോൾ ഒരെണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്, പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ, അതുപോലെ തന്നെ ഇറ്റ് ടച്ച്ഡ് മീ. ഇത് രണ്ടും ഇതിലെ പേഴ്സോണിഫിക്കേഷൻ ആണ്. വാട്ട് വാസ് ദ കണ്ടീഷൻ ഓഫ് ദ പോയറ്റ് ബിഫോർ ദ അറൈവൽ ഓഫ് പോയട്രി? എന്തായിരുന്നു? ദ പോയറ്റ് വാസ് വിത്തൗട്ട് ഫേസ്. അതായത് പോയട്രി തന്നിലേക്ക് അറൈവ് ചെയ്യുമ്പോൾ പോയറ്റിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അത് ഹി വാസ് നോട്ട് ഫേമസ്. ഇറ്റ് കെയിം ഫ്രം വിൻറ്റർ ഓർ എ റിവർ. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദിസ്? എന്താണ് ഇത് പറയുന്നത്? സോ പോയട്രി അറൈവ്ഡ് ബൈ ദ ഇൻസ്പിറേഷൻ ഓഫ് നേച്ചർ. ആ ലൈൻസ് എന്താണ് മീൻ ചെയ്യുന്നതാണെന്ന് പറയുന്നത്? അത് പോയട്രി അറൈവ്ഡ് ബൈ ദ ഇൻസ്പിറേഷൻ ഓഫ് നേച്ചർ ആണ്. ദെൻ പിക്ക് ഔട്ട് ദ ഇൻസ്റ്റൻസ് ഓഫ് വിഷ്വൽ ഇമേജസ് ഫ്രം ദ ലൈൻസ് ആണ്. ഏതൊക്കെയാകാണ്? വിൻറ്റർ, ബ്രാഞ്ചസ്, റിവർ, ഫയർ, സ്ട്രീറ്റ്, ഇതൊക്കെ അതിൽ വിഷ്വൽ ഇമേജസ് ആയിട്ട് കടന്നു വരുന്നതാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ. ഫസ്റ്റ് സ്റ്റാൻസ എല്ലാവർക്കും പ്രോപ്പറായിട്ട് മനസ്സിലായോ? ഓക്കെ, ഇത് ഫസ്റ്റ് സ്റ്റാൻസ. ഒറ്റ കാര്യം ഓർത്താൽ മതി, ബിഫോർ റൈറ്റിംഗ് പോയട്രി. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. See you.